എടാ ഞാൻ അങ്ങോട്ട് വരട്ടെ, നമുക്ക് അടിച്ച് പൊളിക്കാന്ന്. പിന്നെ അല്ലാണ്ട് നീ ഒന്ന് സമാധാനപ്പെട്ടടാ. ആ ഞാൻ ഫോട്ടോ അയച്ചു തരാം നിനക്ക്. ആഹാ ശരി. ലച്ചു നീ എന്ത് ചെയ്യുവാ? ഞാനേ ഫോട്ടോ അയച്ചു കൊടുക്ക. ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ആർക്ക്? എന്റെ ഫ്രണ്ടിന്. നിന്റെ ഫ്രണ്ട് ആണോ പെണ്ണോ? ആ ചോദ്യത്തിലൂടെ പ്രസക്തിയില്ലാട്ടാ. എന്തോന്നാടി പറയുന്നത്? നീ അയച്ച ഫോട്ടോ ഒന്ന് കാണട്ടെ, എവിടെ നോക്കട്ടെ. നോക്ക്, കുറച്ച് കാഷ്വൽ ഫോട്ടോസ് അമ്മൂമ്മേ. റിച്ച് ലുക്ക്. സ്കൂളിലെ ഫാഷൻ പരേഡ് ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിട്ടാ. ഓ, അപ്പൊ നീ സ്കൂളിൽ പോകുന്ന പഠിക്കാനൊന്നും അല്ലല്ലേ, ഫാഷൻ പരേഡിനാ. ഇപ്പൊ എന്താ പ്രശ്നം എന്താ അമ്മൂമ്മയുടെ? ഇനി ഉണ്ടാ, ഞാനൊന്നും കൂടെ നോക്കട്ടെ. അത് എന്ത് കാണിച്ചേ? എന്ത് നോക്കട്ടെ? ഫോട്ടോ ഒന്നും കൂടെ തന്നല്ലേ കേശു. ആ ഫോൺ ഇങ്ങ് വാങ്ങിച്ചടാ. അവളുടെ കണ്ണിന് കുത്തിപ്പൊട്ടിച്ചോ? എന്താടാ ഇത്? കണ്ട ഇന്നലെ രാത്രി കാലം മടങ്ങിയിട്ട് കെട്ടിവെച്ചതാ. പിള്ളേരപ്പം കളിക്കാൻ പോയേക്കണം. അപ്പോഴത്തേക്ക് നോക്കട്ടെ, ഞാൻ അപ്പുറം എവിടെയെങ്കിലും ഉണ്ടാവും. തിരിക്കാൻ വേണ്ടി ഒരു കെട്ടി വെച്ചേക്കാണ്. മോനെ ഇടാ, ഞാൻ കുഴമ്പ് ഇട്ട് തരാടാ നിന്റെ കാലയില്. വേണ്ട വേണ്ട, നീരും ഉണ്ടല്ലോ ഇത്. നീരായി ഒന്നും കൂടി. അയ്യോ, നീ പിള്ളേരുടെ കൂടെ കളിച്ചു നടക്കാതെ അങ്ങോട്ട് കേറിയിരിക്കും. ഞാൻ ചെന്ന് കുഴമ്പ് എടുത്തോണ്ട് വരാം കേട്ടോ. ഓ അച്ഛന്റെ കണ്ണ് വേറെ എടുക്കുന്നു. കണ്ണില്ല. അമ്മൂമ്മയുടെ പറഞ്ഞ് കുറെ തൈലം എടുത്ത് പോയി. പോ എനിക്ക് എനിക്ക് എണീക്കാം. പതുക്കെ നടക്കണം കേട്ടാ. വയസ്സായെന്നുള്ള ബോധമില്ല. 19 വയസ്സായി. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടെ. എനിക്കായി. ആ ബോധം ഇല്ലല്ലോ. ആ കാലിന് ബലം കൊടുക്കാതെ ഇറക്കണേ. ഒരു കാര്യം ചെയ്യാം, ഈ മനസ്സമാധാനം ജീവിക്കണമെങ്കിൽ ഈ പിള്ളേരെ ആദ്യം തല്ലിക്കൊല്ലാം, അല്ലാതെ പറ്റൂല. എന്തൊക്കെയാണ് കണ്ട് പറ. എന്തോ മാലു ഇത് പറഞ്ഞാ മനസ്സിലാവൂലേ? നന്നായിട്ട് ചുറ്റി കെട്ടി വെച്ചിരുന്നേണ്. മടങ്ങി ഈ പുല്ല് കാലിൽ ഞാൻ മുറിച്ച് കളയുന്നുണ്ട് കേട്ടാ. ആ അതായിരിക്കും നല്ലത്. ഓട്ടോം ചാട്ടമൊക്കെ അങ്ങ് നിക്കുവല്ലോ. കാലുകൊണ്ടൊക്കെ ചവിട്ടി അടിച്ചെന്നുണ്ടല്ലോ. ആ നടക്ക്. അവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കാനാ നില്ലടി. അയ്യോ, അവിടെ ഇരുന്നോ, അനങ്ങരുതേ. എന്ത് പ്രതിഷ്ഠിക്കാൻ വേണം? ഒരു വിളക്ക് കൂടെ കത്തിച്ചാ അനങ്ങരുത്. കാലുകൊണ്ട് വയ്യാത്തത് നാക്കൊണ്ട് തീർത്തോട്ടെ. ഇനി മക്കളെ ഈ കെട്ടൊന്ന് അഴിക്കടാ. ഞാൻ ഈ തൈലം പറയാം. അയ്യോ അയ്യോ വേണ്ട വേണ്ട, ഇത് ഒരുവിധം നന്നായിട്ട് മുറുകി കെട്ടി വെച്ചേക്കാണ്. തൈലിട്ടാ ശരിയാകൂല. ഇത് നല്ല ബെസ്റ്റ് തൈലാടാ. ഇതൊന്ന് തൂത്താ മതി, വേദന അപ്പം മാറും. വർഷങ്ങളായിട്ടുള്ള മുട്ടുവേന മാറിയില്ലല്ലോ ഈ തൈലം ഇട്ടിട്ട്. നല്ല ബെസ്റ്റ് തൈല. ഞാൻ വയസ്സായത് കൊണ്ടല്ലേ. നീ അതുപോലാണോ? നീ ചെറുപ്പമല്ലേടാ. ഈ ചക്ക കൊണ്ട് തോരൻ വെക്ക്. അപ്പുറത്തോട്ട് വെക്ക്. നല്ലത് തന്നെ. ആ നല്ലതൊക്കെ ഞാൻ കൃഷി ചെയ്യാറുള്ളൂ വരുമോനെ. നീ എന്ത് ഇങ്ങനെ ആയി പോയത്? ആ നീ പോയി ഇത്തിരി ചായ ഇടിച്ചല്ലേ. മൂത്ത പുത്രൻ എത്തിയല്ല. അമ്മോ, ഞാൻ നടന്നു ചത്ത്. ഞാൻ അവളോട് പറഞ്ഞ ഊബറിൽ ഉണ്ടാക്കി തരാന്ന്. ഇവിടെ കൊച്ചിനെ സ്കൂളിൽ തന്നെ കൊണ്ടാക്കിയത്. അമ്മോ, സ്കൂളിൽ കൊണ്ടാക്കി ബസ്സും കയറ്റി ഇട്ടിട്ടാണ് വന്നത്. പോരെ. എക്സ്കർഷൻ കഴിഞ്ഞിട്ട് നാളെ തന്നെ ശിവാനി വരുമല്ലോ മോളെ. അവൾ ഉച്ചയ്ക്ക് എത്തുന്നു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എത്തുമല്ലോ. എന്തോന്ന് പാലൂത് അവള് പോയ നോക്കിയത്. പിന്നെ കളിക്കണം. അത് തന്നെ, പിന്നെ അല്ലാണ്ട് ഞാൻ ഫോണും കൊണ്ട് പോകുന്നു. എന്തുവാടി അത്? ഇടാ വിഷ്ണു, വാങ്ങിക്കടാ. ഞാൻ കൊറേ നാളെ വിചാരിക്കണത്. ഹലോ, ആടി പറയടി മറിക. ബെസ്റ്റ്. എപ്പോ നോക്കിയാലും ഫോണും കൊണ്ട് നടക്കാം. എന്തോ ചെയ്യാൻ അതിനെയൊക്കെ. കൊച്ചു പിച്ചടക്കം എല്ലാം ഇത് തന്നെ. എന്റെ ഫോണല്ലേ ബെല്ലടിക്കണേ. അടുത്ത ആള് പോണം. എന്റെ ഫോണ് ബെല്ലടിക്കണ എടുത്തുണ്ടോ? ഇവിടെ നിന്ന് അടിച്ച് അവിടെ നിന്ന് അടിച്ച് ഇവിടെ കേൾക്കാൻ പറ്റൂല. നീ എല്ലാം കണക്ക് തന്നെ. അപ്പൊ പൊന്നെ അമ്മൂമ്മയും ചെറുമക്കളും എല്ലാം കണക്കി. അപ്പൊ ഒന്നും കൂട്ടണ്ട കൂട്ടത്തിൽ. ഇത് വിത്താണ്. വിത്തിന് വെച്ചേക്കണം. ഇത്രയൊന്നും അല്ലടാ, നമുക്ക് നല്ല ഒന്നാന്തരം മെഴുകൂരിട്ട് കാണാം. ഇതാ എന്താ കൊള്ളുകല്ലേ? മറ്റേത് വിളഞ്ഞതിന് മുമ്പ് എന്തിനീ വെറുതെ കൊന്നു കളയണ ചക്ക? ഇത് ചേനയല്ലേ? അല്ല ചേനയല്ല, മറ്റേ ആ ചക്ക. ചക്കത്തോരൻ വെച്ചാ നല്ലതല്ലയോ? അതല്ലതാ കൂട്ടിട്ട് വേണ്ടേ. എന്നാലും അയിനി എങ്ങനെ പോയെന്നാണ് ഞാൻ നോക്കണേ. അത് പിന്നെ നമുക്ക് അതിനെക്കുള്ള ആലോചിക്കാം. നീ ഒരു കാര്യം ചെയ്യും, ചേനയുണ്ടല്ലോ അതൊരു തോരൻ വെച്ചോ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഇതൊക്കെ എലിശ്ശേരി വെക്കുന്ന ഇത് രണ്ടും കൂടെ എങ്ങനെ എടുത്തോണ്ട് പോകും? ആ തൈലം എടുത്തോണ്ട്. ഓ ശരി ശരി ശരി. എന്റെ അമ്മ എന്താ പൊളിക്കണോ? പൊളിക്കോ? നിനക്ക് വേണമെങ്കിൽ പൊളിക്കാം.
മാമി എന്തോന്നു അമരപ്പയറാ? അമരപ്പയറല്ലടാ, പിന്നെ എന്തോന്നു വള്ളിപ്പയറാ? വള്ളിപ്പയറും അല്ല, ഇത് അമരപ്പയറിന്റെയും വള്ളിപ്പയറിന്റെ ഒരു വകഭേദം. ആ മാമി മാറി, ഞാൻ പറിക്കാം. ഈ വയ്യാത്ത കാലം വെച്ചോ, നീ അവിടെ എങ്ങാനും പോയിരിക്കും വെച്ചാ, ഞാൻ പറിച്ചോളാം. ഹലോ സുഷ്മേ, എന്തോന്ന്? ആ ഞാൻ നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആണോ? ഏയ് അവിടെ എന്തുണ്ട് വിശേഷം ഓഫീസില്? എടി കൊച്ചേ, എവിടെയെങ്കിലും ഇരുന്ന് ഫോൺ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോൺ ചെയ്യാതെ വല്ലയിടത്തും ഉരുണ്ടടിച്ച് വീഴൂടി പെണ്ണെ. ഫോൺ ചെയ്യുമ്പോഴാണ് താഴോട്ടിറങ്ങിയ പടി. എന്ത് എന്ത് പറഞ്ഞു? മാനേജർ എന്ത് പറഞ്ഞ? ആണോ? എപ്പം നോക്കിയാലും ഈ ഫോണില്ല, ഈ കുന്ത്രാണ്ട് തല്ലിപ്പൊടിച്ച് കളയണം, അതാ വേണ്ടത്. അവിടെ തന്നെ പണി. സുഷമ്മ ആ സുഷമ്മേനെ അവളെ ഇല്ലാതാക്കണം. മാമി ഒരിക്കൽ എല്ലാരെ ഫോൺ ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എടാ ആവശ്യമില്ലാതെ ഫോൺ ചെയ്താൽ നല്ല അടി കൊടുക്കണോടാ. അടി കൊടുക്കാൻ ചെന്നാ മതി, എല്ലാം കൂടെ നമ്മളെ ചരിച്ചു പോകും. മാമി തോണ്ട പിടിച്ച് വരട്ടെ തോണ്ട, അവളെ ഫോൺ ചെയ്തോട്ട് പിടിച്ച് വരട്ടെ. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വിളിക്കാം, തിരിച്ചു വിളിക്കാം. മാമി വിളിക്കണടി. എന്താ കാര്യം പറ? ഇങ്ങോട്ട് വാ. കാര്യം എന്താ വെച്ചാ പറ. എടി ആ ഫോൺ ഇങ്ങോട്ടാ, ശ്രീകുട്ടിനെ ഒന്ന് വിളിക്കാനാ. ഫോണില് ബാലൻസ് ഇല്ല. നീ പിന്നെ വിളിക്കുന്നതോ? എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് എന്നെ ഇങ്ങോട്ടല്ലേ വിളിക്കുന്നേ, ഞാൻ അങ്ങനെ വിളിക്കുന്നതല്ലോ. എടി കള്ളി, ചുമ്മാ അവളെ ബാലൻസ് ഉണ്ട്. ഇങ്ങോട്ട് ഫോൺ ഞാൻ കൊണ്ടുപോട്ടു. ഇങ്ങോട്ട് കൊണ്ടുപോടി. ഇങ്ങ് കൊണ്ടുപോയല്ലോ. ദേ ഞാൻ അങ്ങോട്ട് വന്ന് നിന്റെ ഫോൺ തല്ലിപ്പൊട്ടിക്ക് നിനക്കിട്ട് ഞാൻ തരും കേട്ടോ. പറഞ്ഞേ നടക്കില്ല, ഫോൺ മേടിച്ചിട്ടുള്ള പരിപാടിയല്ലേ. കൊണ്ടുവാ. ഇല്ല മാമി അമ്മ എടാ എനിക്ക് ഉന്നമില്ലടാ, നീ ഒന്ന് എറിഞ്ഞടാ. തള്ളിടും മാമി. ഇങ്ങനെ വേണ്ട. നീ എപ്പോഴെങ്കിലും എന്റെ അടുക്ക വരും കേട്ടോ, ഞാൻ പിടിച്ചോളാം. അടിച്ച് പൊട്ടിച്ചോടി. ഈ ഫോണിന്റെ ഉപയോഗം അടിച്ച് പൊട്ടിച്ചോളാം. ഈ ഫോണില്ല ബാസി പറയടാ. ഓ എടാ എന്റെ കാല് പോയടേ. ഓ അവനും ഫോണില്ല. എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു, എന്റെ മൂപ്പിലാൻ പോയിട്ട് കുറെ നേരം ഇങ്ങനെ എവിടെ പോയതാന്ന് ഒന്ന് വിളിക്കായിരുന്നു. ഫോണില്ലാതായിപ്പോ എന്ത് ചെയ്യാനാ. മതി, ഒരു ചെറിയ മെഴുക്കുവരട്ടിക്കുള്ളതായി, ഇതൊക്കെ മതി. ഫോൺ പിടിച്ചോണ്ട് ഞാൻ കാര്യം സെർച്ച് ചെയ്തോണ്ടിരിക്കുവാ. നിന്റെ അച്ഛനെ കാണാനില്ലേ? സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാ. അവളെവിടെ? ലച്ചു എവിടെ? ഫോണും തൂക്കിക്കൊണ്ട് അങ്ങോട്ടോ ചേട്ടാ പോണുണ്ട്. ഓ അടുക്കളയിലേക്ക് ഒരെണ്ണം കേറത്തില്ല, എല്ലാത്തിനും ഞാൻ വെച്ച് വിളമ്പണം വയസ്സുകാലത്ത്. അവിടെ ഇങ്ങനെ തന്നെ. അച്ഛൻ എന്താ വെച്ചാ നോക്കുന്നേ? കേശു, ഇവിടെ 2 വിളക്കുണ്ടായിരുന്നല്ലേ? എന്തോന്ന് വാല് നോക്കണേ? 2 വിളക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? 2 ആ 2 ഉണ്ടായിരുന്ന കേശു? ആർക്കറിയാം. അവനെങ്ങനെയാ ഇന്നലെ ചെറുക്കനെ വിളക്കെ എവിടെ ചോദിക്കണേ? ഒരെണ്ണം വിറ്റിട്ടുണ്ടാവും തീർച്ച. പിന്നെ വിളക്കുറ്റിട്ടുണ്ട് ഇവിടെ അരി മേടിക്കാൻ പോവാലോ അവിടുന്ന്. വിളക്ക് വിറ്റ് അരി മേടിക്കാം. കേശു നീ ലക്ഷ്മിനെ പോയി നോക്കിയാ കുറെ നേരം ഫോൺ കൊണ്ട് നടക്കണം. അതല്ല, ഒരു പറ ഉണ്ടായിരുന്നു, ചെമ്പ് പിടിയിട്ടൊരു പറ ഉണ്ടായിരുന്നു, അതെവിടെ പോയി? പറയാ പറ എടുക്കാൻ പോയിട്ടുണ്ടാവും. പറയെടുക്കാൻ പോയാ? അണ്ടാവ് ഉണ്ടായിരുന്നു, അതെവിടെ പോയി? ഉണ്ടാവും, ഒന്ന് പോവാലോ, ഒന്ന് അണ്ടാവ് പുഴുങ്ങി തിന്ന്. എടാ ചെറുക്ക, നിനക്ക് എപ്പോഴും ഫോണിൽ കളിച്ചോണ്ടിരുന്നാ മതിയോ? എണീറ്റ് പോടാ അവിടുന്ന്. എന്തൊരു ശല്യം കണ്ടത്. ആരാടാ? ഞാനാണ് ശല്യം. ആ സുഷ്മേ എന്തോന്ന്? അയ്യോ സുഷ്മ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, ഞാൻ ഡൗൺലോഡ് ചെയ്തതാണെന്നേ, ഉറപ്പായിട്ടും അതെ. ഓ അവളും ഫോണിലെ. എടീ എന്തോ നമ്മ എപ്പോഴും ഫോൺ വരുമ്പോ അമ്മ കടി കടിക്കടിന്ന്. ആ പറ സുഷ്മേ, കിട്ടിയില്ല ആ ഇതുവരെ? ലച്ചു ഇതുവരെ വന്നില്ലേ? ലച്ചു ഇതുവരെ വന്നില്ലേന്ന്? അവൾ അവിടെ കാണും. നീ എങ്ങോട്ടാ ഈ തുറന്നു കയറി പോകുന്നത്? ഒന്നാമതെ കാലും വയ്യ, അതിനകത്തുള്ള എലിയോ പാറ്റയൊക്കെ കാണും. അല്ല മാമി, ആ അതെ ആ ഈ വിളക്കൊന്നും പുറത്തെടുക്കൂലേ? ഇല്ല. ആ പുറത്തിടക്കി വൃത്തിയായിട്ടൊക്കെ വെക്കണം. ആരെങ്കിലും അടിച്ചോണ്ട് പോയ പോലെ മാമി അറിയില്ല. കൊണ്ടുപോകാനാണ് പണ്ടേ കൊണ്ടുപോയനെ, ഇതാരും കൊണ്ടുപോകത്തൊന്നുമില്ലടാ. മാമിയുടെ അറിവില്ല, ഇവിടെ വേറെ നിലവറ കാണുമായിരിക്കും. കാരണവന്മാർ എവിടെയൊക്കെ എന്തൊക്കെയാ കുടിച്ചിട്ടിരിക്കുന്ന ആർക്കറിയാം. വീട് പൊളിച്ചാ അറിയാം. വീട് വിളിക്കാനാ? അല്ല, ഇത് കാണണമെങ്കിൽ വീട് പൊളിക്കണമെന്ന് പറയായിരുന്നു. അത് കൊള്ളാലോ, നിന്റെ മനസ്സിലിരിപ്പ് നല്ലതാണല്ലോ, വീട് പൊളിച്ച് കാണണമെന്ന്. മാമി നമ്മളിവിടെ പടത്തിന്റെ മുമ്പ് വിളക്കെത്തിക്കാനാ ഒരു വിളക്കില്ല, ഒരു ചെറിയ വിളക്കോണ്ടായിരുന്നു തരും. എടാ ഇത് തീരെ ചെറുതല്ലേടാ. അല്ല നിനക്ക് എടുത്തോണ്ട് പോവാങ്കിൽ കൊണ്ടേക്കോ. ഇപ്പൊ വേണ്ട, ലച്ചുവിന്റെ കല്യാണത്തിന് മതി. ചെറുക്കന്റെ വീട്ടിൽ പോകുമ്പോഴേ ആരതി ഒഴിഞ്ഞ് കയറ്റുമ്പോ പിടിച്ചോണ്ട് കയറാൻ. അതിന് വലിയ വിളക്ക് വേണ്ട, ഈ കൊച്ചു വിളക്ക് കൊണ്ട് എന്തോ ആവാനാ? ഇവിടെ ഇറക്കാം അവിടുന്ന്.
ഒരു ചിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നു വിളക്ക് കൊണ്ടുപോകണമെന്ന്. ഈ തൂണ് നിറച്ച് സ്വർണ്ണമായിരിക്കും, വെട്ടി കീറിയേക്ക് അറിയായിരുന്നു. അതെവിടെ തൊടാൻ സമ്മതിക്കണ്ടേ? അച്ഛാ എന്താ ലച്ചേച്ചി അവിടെ ഒന്നുമില്ല. അവിടെ പോട്ട് ഇവിടെ ഇറക്കാം. ഇതൊക്കെ സ്വർണ്ണമാണ് ഇതിൻ്റെ അകത്ത്. വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പൊടിച്ചടുക്കി തുടങ്ങും, നിനക്കെങ്കിലും ഉപകരിക്കും. നമുക്കേ ഇല്ല. അച്ഛൻ ലച്ചേച്ചി അവിടെ വാടാ എവിടെ നിന്ന്, നിനക്ക് പൊളിച്ചെടുക്കാൻ പറ്റുമോ? അച്ഛനെ വിളിച്ചെടുക്കാനല്ലേ അറിയൂ, നന്നാക്കാൻ അറിയത്തില്ലല്ലേ. അച്ഛനെ പൊളിച്ചെടുക്കാതെ പോടാ, ഞാൻ പോണു. അച്ഛന് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കട്ടെ. ഡേയ് പറഞ്ഞ മൊത്തടിച്ച് മാറ്റാ വാ. അച്ഛാ അച്ഛൻ്റെ കൂട്ട് കക്കുന്ന പരിപാടി എനിക്കില്ല, വേണേ കുറയ്ക്കാം. വേണ്ട, ചിലപ്പോൾ വല്ല ഊറിന് വല്ലതും കാണൂടെ. ആക്രാന്ത മുത്ത് ഇവിടെ കിടന്ന് കടി കൊണ്ട് ചാവും. കാലും കണച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അയ്യോ, ഇതൊക്കെ കണ്ടപ്പോ ആക്രാന്തം കൊണ്ട് ഇറങ്ങി പോയടേ. എനിക്കാൻ പോയില്ല. ലച്ചു 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 എടി ലച്ചു, ഡേ നീ ഇതാരെയാ കിടന്ന് വിളിക്കുന്നത്? ലച്ചുവിനെ അവളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ലച്ചു ലച്ചു എവിടെ പോയടാ? ഞാൻ പറമ്പിൽ പോയത്. എന്തിനടാ പറമ്പിൽ പോയത്? ഇവിടെ ഇല്ലടാ ബാത്റൂം, ഇവിടെ പോയിക്കൂടെ? അച്ഛാ അതല്ല, ഞാൻ പറമ്പിൽ പോയെന്ന് കാണാൻ പോയെന്ന്. ആരെ കാണാൻ? പറമ്പ് കാണാൻ പോയത്. ഏയ് വിശക്കിന് വില ഉണ്ടേ കോരെ. ആ കോരി തരാം. ആദ്യം മോളെ നോക്ക് ലച്ചുവിനെ. അവളെ കാണില്ല കൊറേ നേരമായി. ലച്ചു ലച്ചു എന്തോ ഇത്? പിന്നെ വിളിക്ക് കാണാനില്ലെന്ന് പറഞ്ഞു. അച്ഛാ അച്ഛൻ വരുന്നുണ്ടോ അന്വേഷിക്കാൻ ലച്ചേച്ചി? ചേച്ചി നീ പോയിട്ടോ, എനിക്ക് കാല് ചെയ്യാണ്. അച്ഛൻ വാ അച്ഛാ. എടാ എവിടെ പോയടേ? കുറച്ചു മുമ്പ് പറമ്പിലൊക്കെ ഒന്ന് ഫോൺ വിളിക്കുന്നുണ്ട്, ഇപ്പൊ കാണുന്നില്ല. ആരെ കാണാനെന്നാടാ? ലച്ചേച്ചിയെ കാണുന്നില്ല. കാണാനില്ലേ? കുറച്ചു നേരമായിട്ട് കൊച്ചിനെ കാണുന്നില്ലെന്നേ. വിഷ്ണു അതോടെ പോയി. എടാ വിഷ്ണു, വിഷ്ണു എനിക്ക് വിശക്കണെന്ന് മിണ്ടായിരിക്കും ബാലു. വിഷ്ണു എന്താ ഇവിടെ പോയി ലച്ചുവിനെ നോക്കി, അവളെ കാണില്ല കൊറേ നേരമായിട്ട്. അവളിവിടെ എവിടെയെങ്കിലും കാണും. പോയി നോക്കണ കഴുതേ. അവളുണ്ടെങ്കിൽ പോയി നോക്കടാ. പോവാ പോവാ. ഇത് പോടാ, പോയി നോക്കി ഇവിടെ ഉണ്ടോ. ക്യാഷേ പോയി നോക്കടേ. അച്ഛാ അച്ഛനെ കൂടെ വാ. കാല് ചെയ്യുന്നു വാ അച്ഛാ, കുഴപ്പമില്ല വാ. വിശന്നിട്ട് വൈകായി. ചെല്ലടാ അവിടെ സൂക്ഷിച്ച് പോണേ. നീ വല്ല കോരി നോക്കി വാ. ലച്ചുവേ ലച്ചുവേ അച്ഛൻ പതക്കൂലേ അച്ഛാ. ഇവിടെ എവിടെയെങ്കിലും ലച്ചേച്ചി ഉണ്ടെങ്കിൽ അച്ഛൻ ഈ വെളി കേട്ട് ഓടിപ്പോ. ലച്ചു ഡേയ് അച്ഛാ ഡേയ്. അച്ഛാ നമുക്ക് ആറ്റിലിറങ്ങി നോക്കണേ. ഇപ്പൊ ലച്ചു ഫോൺ വിളിച്ച് ആറ്റിലോട്ട് ഇറങ്ങി പോയി കാണുമോ? ഇത് ഇവിടെ ഇറക്കാം, പേടിപ്പിക്കാതെ. ഇല്ല കാണും. ഇത് താഴെ ഇറങ്ങി നോക്ക്. ഡേ ഒന്ന് പോയി നോക്കടേ. ഞാൻ ഒറ്റയ്ക്കാ. കാല് വയ്യുന്നു. എന്നാ ഇറങ്ങി നോക്കാം. ലച്ചേച്ചി ചേച്ചി അച്ഛാ ലച്ചു ലച്ചേച്ചി. മതി മതി, അവിടെ ഒന്നുമില്ല. വാ വാ വാ, ഇല്ലല്ലേ കയറി വാ കയറി വാ. വിളിച്ചോണ്ട് കയറി വാടാ. ലച്ചു ചേച്ചി വാ വാ. ചേച്ചി. മതി ഇങ്ങോട്ട് പോ. ഓക്കെ. കാലും കണച്ചാണ്ടി വയ്യ. ലച്ചോ 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 ഫുൾ ഇത് എവിടെയാടാ? ലച്ചോ ലച്ചേച്ചി അച്ഛാ സൂക്ഷിച്ചു. ലച്ചേച്ചി കണ്ടാടേ? ഇവിടെയും കണ്ടില്ല, ഞാൻ എല്ലായിടത്തും നോക്കി. ഇവിടെ പോയി കണ്ടില്ലേ? കണ്ട ലച്ചുവിനെ? ഇല്ല. കണ്ടില്ലടി. ഈ കൊച്ചിത് എവിടെ പോയെന്നേ? എടി ഞാൻ എല്ലായിടത്തും നോക്കി, ആറ്റിലും കണ്ടില്ല. ആറ്റിന്റെ കരയിലും കണ്ടില്ലെന്ന്. അറിഞ്ഞൂടാ, വാ നോക്കാം. എന്താ എന്താന്ന് എന്താ എന്തിനാ നിങ്ങൾ നിലവിളിച്ചേ? എന്തോന്നാ ഇത്? എന്താ നിലവിളിച്ചത്? എന്റെ അമ്മ നിലവിളിച്ചെന്താന്ന് പറ. നീ എന്തിനാ അയ്യോന്ന് വെച്ചേ? അമ്മ പറഞ്ഞോണ്ടല്ലോ ഞാനും കറഞ്ഞേ. എടീ നീ അയ്യോന്ന് വിളിച്ചോണ്ടല്ലേ ഞാനും ഈ രണ്ടും കൂടെ നിലവിളിച്ച് ഞാൻ പേടിച്ചു. ഞാൻ വിളിച്ച് അയ്യോ. എന്ത് കാര്യമെന്നാ ചോദിച്ചത്? എവിടെ പോയച്ചാ? അവളെ ഇവിടെ ഒന്നും കാണുന്നില്ലെന്നേ. നീ ഇപ്പൊ എവിടെ പോയി നോക്കായി? ആ എവിടെ തിരക്കാനാ? എനിക്ക് വയ്യ. എടി അഭിനയിക്കാടി. നീ നോക്കാൻ വെളിയിൽ പോയി നോക്ക്. നോക്ക്, എല്ലായിടത്തും പോയി നോക്ക്. എവിടെ ചെന്നാലും സ്വസ്ഥത തരൂല ആരും. എനിക്ക് സ്വസ്ഥത അറിയില്ല. എവിടെ പോയാലും എനിക്ക് സ്വസ്ഥത ഇല്ല. എടാ എവിടാ പോയി നോക്കാവടാ. ഈ ബേളം വെക്കണം, നീ പോയി നോക്കാൻ പാടില്ലേ? പിന്നെ നോക്കാം. ആ വാ. എടി കാശു, വീട്ടിൽ എവിടെ പോയി നോക്കാനാ? മോളിൽ പോയി നോക്കട്ടെ. ചിലപ്പോൾ മോളിൽ പോയി കാണും. പോ അങ്ങോട്ട്. ഓ നടക്കമ്മേ. പോ പോ പോ. അങ്ങോട്ട് നടക്കാൻ. വരുണ്ടെന്ന് എനിക്ക് ഒറ്റ കയറാൻ പേടിയാ. വാ. എന്താണ് മാമ ഇത്? അണ്ടകടാൻ പറയും വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ഇത്രയും കോണിപ്പടി എന്തിന്? എവിടെ കയറിയാലും ഒരു വഴി തന്നെ ചെല്ലണം. നിന്ന് അലക്കല്ലേ വാലു, വന്ന് നോക്ക്. എനിക്ക് പാടി അവിടുന്ന് കുറെ ഇരുട്ട് റൂമുണ്ട്. എഴുതി തരാൻ പറഞ്ഞാൽ കേൾക്കാനില്ല ഈ മാമൻ. എന്റെ അടക്കം. ഓ എല്ലാം ചതിലെടുത്ത് പോട്ട് ചുമ്മാ പ്യാടി അവിടെ പാർക്ക് ചെയ്തല്ലേ ഇത്? വാ കയറിയാൽ വയ്യാത്ത കാലം കൊണ്ട് കയറാൻ പറഞ്ഞാൽ മതിയല്ലേ? ദാ, ഇവിടെ ഒന്നുമില്ല. തിരിച്ചു ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ അപ്പുറത്ത് പോയി കാലിടാ. മാറ്. കാല് ചവിട്ടില്ലടാ. അയ്യോ സോറി മാറ് മാറ് മാമ നോക്ക്. മാറ്.
മാറ് അപ്പൂപ്പ. മാറ്. ഈ ആരെങ്കിലും ഒരാൾ ബസ് കയറ്. ഓ എടാ ഒന്ന് സമാധാനിക്കടാ ബാല. ആ എല്ലാവരും സമാധാനിക്കും മാമനറിയാം മാമ അവളെ അവിടെ ഇരിക്കണേ ആ എനിക്കറിയാൻ വയ്യ. ആ പിന്നെ എന്തിനാ സമാധാനിക്കാൻ പറഞ്ഞത് ശരിയാണോ പറയണ? ആ ആയിരിക്കെ? നോക്കടാ അവിടെ കാര്യം. നോക്ക് ഇവിടെ നോക്ക് അച്ഛാ, ഇതാ സാധനം അനങ്ങണ്. ഇതെന്താ അനങ്ങണ്? മരപ്പട്ടിയാണോ? ഏയ് മരപ്പട്ടിയാണ് സൂക്ഷിക്കണം അത് കടിക്കും അടുത്ത് പോകരുത് ആരും മാമ പോയി നോക്കുക മാമ എന്നെ കടിക്കൂലേടാ. അല്ല ഇവിടെ ഉള്ള മരപ്പട്ടിയില്ല മാമനെ പരിചയം കാണാം കടിക്കൂല നീ പോടാ അവിടെ. ഇവിടെ ക്യാഷ് പോയി നോക്കടാ ക്യാഷ് പോയി നോക്കടാ അച്ഛൻ പോയി നോക്കിച്ചാ. വേണ്ട ഞാൻ പോയി നോക്കാം, നിങ്ങളാരും നോക്കണ്ട. പമ്പി അമ്മേ സൂക്ഷിക്കണേ. ഇല്ല മാമി കടിക്കുന്നില്ല മാമി അവിടെ കടിക്കേ അറിയാമല്ലോ. മാറ്, ഓട്. മാറ്. ആ ഇത് മരപ്പട്ടിയല്ല മരക്കഴുതയാ വന്നിരിക്കുന്നത്. അവൾ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യായിരുന്നു ഇത്രയും നേരം. മനുഷ്യനെ ആകെ വിഷമിച്ചു കളഞ്ഞു. ആ, ഇങ്ങോട്ട് ഇറങ്ങടി. ഇറങ്ങടി. ഓടി ചെല്ലടാ, പിടിക്കടാ. ഇവിടെ നിക്കടി അവിടെ. നിക്കടാ അവിടെ. ആ